students, welcome to physics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ആ ലോറൻസ് ഫോഴ്സും അതിനോട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഒരു ചാർജ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നും സ്റ്റേഷനറി ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ എന്നും ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിനേക്കഴിഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ഡെറിവേഷൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പക്ഷേ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കഴിഞ്ഞിട്ടേ ആ ഡെറിവേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ആ ഡെറിവേഷനിലോട്ട് വരുന്നില്ല. അതിന് മുമ്പ് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ ലോറൻസ് ഫോഴ്സും ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സും ആണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചാർജ് എടുത്തിട്ടുണ്ട്. ആ ചാർജിൽ നിന്ന് നമുക്കറിയാം റെസ്റ്റിലാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ കാണുന്ന പോലെ വരും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാർജ് മൂവ്മെന്റിലാണെങ്കിൽ ആ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മാത്രമല്ല അതിനോട് കൂടി തന്നെ എന്തുകൊണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, കറണ്ട് ഉണ്ടാകുന്നുണ്ട്, ആ കൂടി തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. കറണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ചാർജിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതിന് സർക്കുലർ ഷേപ്പിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ ചാർജ് മൂവ്മെന്റിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ മാത്രമേ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അതിന് അറൗണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് B1, B2, B3 എന്ന് പറയുന്ന 3 മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ 3 മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടെങ്കിൽ, ഒരു റീജിയനിലുണ്ടെങ്കിൽ, ആ കാണുന്ന പോയിന്റ്, ആ റെഡ് സ്പോട്ടിൽ കാണുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡുകളുടെ സം ആയിരിക്കും റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഒബേ ചെയ്യും ഈ സിറ്റുവേഷനിൽ. ഏത് സിറ്റുവേഷനിലാണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ ചുറ്റും അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. B1, B2, B3 എന്ന് പറയുന്ന 3 മാഗ്നറ്റിക് ഫീൽഡുകൾ ഇവിടെ കാണാം. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിലെ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡുകളുടെ സമ്മായിരിക്കും. അതാണ് നമ്മൾ കണ്ട B1 + B2 + B3 എന്ന് പറയുന്ന റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡുകളുടെ സമ്മായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സിറ്റുവേഷനിലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്, ഓർത്തിരിക്കുക കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡുകളുടെ സമ്മാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ചാർജിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പോകുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നോർത്ത് സൗത്ത് പോള് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ മൂവ് ചെയ്യുന്ന ചാർജ് അതിൻ്റെതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ചാർജിൽ നിന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ കാണും, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആ റിയാക്ഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വഴി ഈ ചാർജിന്റെ മൂവ്മെന്റിനെ അത് അഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ചാർജ് മൂവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ ആണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലോറൻസ് ഫോഴ്സ് 2 തരമുണ്ട്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഇത് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു മെറ്റാലിക് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട്. ഇവിടെ ഈ റോഡ് പോലെ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്താൽ, Q എന്ന് പറയുന്ന ചാർജിനെ പ്ലേസ് ചെയ്താൽ ആ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് EQ ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ F ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? QE ആണ്. Q എന്ന് പറയുന്ന ചാർജും അല്ലെങ്കിൽ Q കുളോംബ് ആണ് ചാർജ്. ക്യാപിറ്റൽ E എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ക്യാപിറ്റൽ E. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചാർജ് നമുക്കറിയാം, ഈ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിലേക്ക് വരുമ്പോൾ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ, സോറി നോട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഞാൻ പറഞ്ഞു മാറിപ്പോയത്, മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്.
അല്ലേ? നമ്മൾ കണ്ടത് അങ്ങനെയല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. വെലോസിറ്റി നമുക്കറിയാം ഒരു വെക്ടറാണ്. ആ വെലോസിറ്റി വെക്ടറാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ചാർജ് ക്യൂ ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതില് ആ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഇപ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള റൂളുണ്ട്. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറയുന്ന റൂൾ ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഡയഗ്രാം അനുസരിച്ചാണെങ്കിൽ വെലോസിറ്റി ബി ഈ ഡയറക്ഷനിലാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സ് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ലോറൻസ് ഫോഴ്സ്, ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് മാഗ്നറ്റിക് എന്നാണ് ഫോഴ്സിനെ നമ്മൾ പറയുന്നത്. അതിനെ ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്ന് എഴുതാം. എഫ് മാഗ്നറ്റിക് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി. നല്ലതുപോലെ പഠിക്കണം. ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതിനകത്ത് നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇക്വേഷൻ ബി ക്രോസ് ബി എന്നാണ്. സപ്പോസ് നിങ്ങൾ എഴുതുന്നത് ബി ക്രോസ് ബി എന്നാണെങ്കിൽ ഇക്വേഷൻ തെറ്റാണ്. കാരണം ഇത് ഇൻറ്റു അല്ല, ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ബി ക്രോസ് ബി എന്നുള്ള ക്രോസ് പ്രോഡക്റ്റിന് പകരം നിങ്ങൾ ബി ക്രോസ് ബി എന്ന് എഴുതിയാൽ ആ ക്രോസ് പ്രോഡക്റ്റ് റിസൾട്ട് മൈനസ് ആയിരിക്കും. ഇപ്പൊ കിട്ടുന്നതിന്റെ നെഗറ്റീവ് വാല്യൂവേ കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ കാര്യം എഴുതിക്കണം. അപ്പോൾ എഫ് മാഗ്നറ്റിക് എന്ന് പറയുന്ന ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്ന് വേണം നമുക്ക് എഴുതാൻ. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ക്യൂവിന്റെ പൊസിഷൻ പ്രശ്നമല്ല. ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്നോ അല്ലെങ്കിൽ ബി ക്രോസ് ബി ഇൻറ്റു ക്യൂ എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ക്രോസ് പ്രോഡക്റ്റ് എഴുതുമ്പോൾ ബി ക്രോസ് ബി എന്ന് തന്നെ എഴുതണം, എഫ് മാഗ്നറ്റിക് എന്നുള്ളതിന്റെ വാല്യൂ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും, നിങ്ങൾക്കറിയാം ഈ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ ഇക്വേഷൻ എത്രയായിട്ട് മാറും? ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും അല്ലേ? ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്നുള്ള ഫോർമുലയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ക്യൂ വി ബി സൈൻ തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആംഗിൾ, സോറി ബിക്കും ബിക്കും പെർപെൻഡിക്കുലർ അല്ല, ബിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ബി ക്രോസ് ബി എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബി ബി സൈൻ തീറ്റയിൽ തീറ്റ എന്ന് പറയുന്നത് ബിക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ക്യാപിറ്റൽ ബി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബി ക്രോസ് ബി എന്നായതുകൊണ്ട് ഫോഴ്സും നമുക്കറിയാം ഒരു വെക്ടറാണ്, വെലോസിറ്റിയും വെക്ടറാണ്, മാഗ്നറ്റിക് ഫീൽഡും വെക്ടറാണ്. അപ്പോൾ ഈ ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന വെക്ടർ നമുക്ക് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ബി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരുന്നു മാഗ്നറ്റിക് ഫീൽഡ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിനി അതിന്റെ അടുത്ത കാര്യങ്ങളുടെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഓർത്തിരിക്കുക, ലോറൻസ് ഫോഴ്സ് എഫ് മാഗ്നറ്റിക് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി. ഇനി നിങ്ങൾക്ക് അതിന്റെ മോഷൻ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ആയിട്ട് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് നേരെ താഴോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് അല്ലേ? ഡൗൺവേർഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ലോറൻസ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺവേർഡ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡും കൊടുത്ത ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഇക്വേഷനിൽ നമ്മൾ ലോറൻസ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നറ്റിക് ഫോഴ്സിന്റെയും കൂടി സം ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എത്രയാണ്? എഫ് ഈക്വൽ ടു ക്യൂ ഇ ആണ് ഇലക്ട്രിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിട്ടായിരിക്കും നമുക്ക് നെറ്റ് ഫോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലോറൻസ് ഫോഴ്സിന്റെ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടിയുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോഴ്സിനെ എഫ് ഈക്വൽ ടു എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക് എന്ന് പറയാം. ഇക്വേഷൻസ് നമ്മൾ എഴുതി കഴിയുമ്പോൾ എഫ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഇലക്ട്രിക് ഫീൽഡും വേണം, മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻഡ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കാണാം ഈ ഇക്വേഷനകത്ത് ക്യൂ ചാർജ് കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് ബി ക്രോസ് ബി എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഈ ലോറൻസ് ഫോഴ്സിന്റെ
കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചാർജ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ മോഷനിലുള്ള ആംഗിളിനെ ഇത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലോറൻസ് ഫോഴ്സിന്റെ റീസൺ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇന്ററാക്ഷൻ ഓഫ് മൂവിംഗ് ചാർജ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇതിന്റെ, അല്ലെങ്കിൽ ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൂവിംഗ് ചാർജ് ആൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ദിസ് ലോറൻസ് ഫോഴ്സ്. അതാണ് നമുക്ക് ശരിക്കുള്ള ലോറൻസ് ഫോഴ്സിന്റെ ഇന്ററാക്ഷന്റെ അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പഠിച്ച ലോറൻസ് ഫോഴ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എഫ് മാഗ്നറ്റിക് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്നുള്ള കാര്യത്തിൽ നിന്നും ബി ക്രോസ് ബിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് ബി ബി സൈൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ എഫ് മാഗ്നറ്റിക് എത്ര എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എത്ര വരും? ക്യൂ ബി ബി സൈൻ തീറ്റ എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം ലോറൻസ് ഫോഴ്സ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ബിയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് എന്ന് പറഞ്ഞു. ഈ ആംഗിളുകൾക്ക് പല വാല്യൂസ് വരാം. സപ്പോസ് ആ ആംഗിള് 90 ഡിഗ്രി 0 ഡിഗ്രിയോ 180 ആണോ എന്ന് വിചാരിക്കുക. 0 എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? 0 ആണെങ്കിൽ നമുക്കറിയാം, നേരത്തെ നിങ്ങൾ കണ്ട പോലെ, തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടതുപോലെ 0 ഡിഗ്രിയിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ഒന്നുകൂടെ നോക്കുക ഒരേ ഡയറക്ഷനിൽ വരുന്നു. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആ ഫോഴ്സിന്റെ വാല്യൂ എത്ര വന്നു? ആ ഫോഴ്സിന്റെ വാല്യൂ ഒന്നുകൂടെ നോക്കിയോളാം. ആ ഫോഴ്സ്, നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സ് ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഈ ആംഗിളുകൾ ഒരുപോലെ വരുമ്പോൾ ഈ ഫോഴ്സ് റെഡ്യൂസ് ചെയ്ത് 0 ആവും, അല്ലെങ്കിൽ ആംഗിൾ 0 ആകുന്ന സമയത്ത് ഫോഴ്സ് 0 ആയിട്ട് മാറും അല്ലേ. ഇനി ഇത് 180 ആകുമ്പോഴോ അപ്പോഴും എന്ത് പറ്റി? വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും? ഫോഴ്സിന്റെ വാല്യൂ 0 ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആണെങ്കിൽ അവിടെ ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? അത് 0 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓർത്തിരിക്കുക കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാത്ത സിറ്റുവേഷനിലോട്ട് വരാം. അതായത് ഇതിനൊരു മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എടുക്കാം. 90 ഡിഗ്രിയാണ് മാക്സിമം വാല്യൂ എടുക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 0 ഡിഗ്രിയിലോ 180 ഡിഗ്രിയിലോ നമുക്ക് റിസൾട്ട് 0 ആയിരുന്നു. പക്ഷേ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്കറിയാം ആംഗിൾ തീറ്റ എത്ര വരും? 90 ഡിഗ്രി വരും. അങ്ങനെ ആംഗിൾ തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ സൈൻ തീറ്റ എന്നുള്ളതിന്റെ വാല്യൂ 1 ആവുകയും ആ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ മാക്സിമം ലെവലിലേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് ലോറൻസ് ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. അത് എഫ് മാഗ്നറ്റിക് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90 എന്ന് വരും. സൈൻ 90 1 ആയതുകൊണ്ട് എഫ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഡയഗ്രം നോക്കിക്കേ. ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ആ സമയത്ത് ഫോഴ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല ആ ഫോഴ്സിന്റെ വെക്ടറിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഏറ്റവും മാക്സിമം ലെവലിലേക്ക് വരും. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമാണ് ലോറൻസ് ഫോഴ്സ് അതിന്റെ മാക്സിമം ലെവലിൽ വരുള്ളൂ. എപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോഴും ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകും. ഓക്കെ, ഇനി ചാർജ് പെർപെൻഡിക്കുലർ അല്ല എന്ന് വിചാരിക്കുക. അതായത് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയോ അത് വരുന്നത് വെലോസിറ്റി ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് 0 ആയിട്ട് വരും. മാഗ്നറ്റിക് ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് 0 ആയിട്ട് മാറും. എന്നാൽ ചാർജ് റെസ്റ്റിലാണെന്ന് വിചാരിക്കാം. റെസ്റ്റിലിരിക്കുന്ന ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമുക്കറിയാം വെലോസിറ്റി ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ചാർജ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് വെലോസിറ്റിയുടെ വാല്യൂ 0 ആകുന്നതുകൊണ്ട് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിട്ട് മാറും? അതും 0 തന്നെയായിട്ട് മാറും. അപ്പോൾ ഓർത്തിരിക്കുക, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആകാൻ ചാർജ്ഡ് പാർട്ടിക്കിൾ റെസ്റ്റിൽ ഇരുന്നാൽ മതി. അല്ലെങ്കിലോ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് നോട്ട് പെർപെൻഡിക്കുലർ സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ട്രാവൽ ചെയ്താലും ഫോഴ്സ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ആ ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകുന്ന സമയം എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് ലോറൻസ് ഫോഴ്സ് 0 ആകുന്നത്. മാക്സിമം ആകുന്നത്. മാക്സിമം ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ലോറൻസ് ഫോഴ്സ് എഫ് മാക്സിമം ആകുമ്പോൾ എഫ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് എഴുതാം.
അതിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു ഫോഴ്സ് എഫ് ബൈ ചാർജ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. ഐ റിപ്പീറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ബി ക്യാൻ ബി റിട്ടൺ ആസ് ഫോഴ്സ് ബൈ ചാർജ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇതിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ്, ദാറ്റ് ഈസ് 1 coulomb, while it is traveling with a velocity of 1 meter per second. അതായത് ഒരു യൂണിറ്റ് ചാർജ്, 1 coulomb ചാർജ് 1 meter per second ട്രാവൽ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിലുണ്ടാകുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിനോമിനേറ്ററിൽ വന്ന ക്വാണ്ടിറ്റീസിന് എല്ലാം 1 കൊടുത്തു. 1 coulomb ആൻഡ് 1 meter per second. അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഓഫ് ചാർജ് ഇൻറ്റു യൂണിറ്റ് ഓഫ് വെലോസിറ്റി. ഇതിന്റെ എല്ലാ യൂണിറ്റ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എത്രയാണ്? ന്യൂട്ടൺ ആണ്. ചാർജ് എത്രയാണ്? കുളോംബ് ആണ്. നമുക്ക് വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ കുളോംബ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ അതിനെ വീണ്ടും നമുക്ക് കുളോംബ് പെർ സെക്കൻഡ്, കുളോംബ് ബൈ സെക്കൻഡ് ആണ് ഡിനോമിനേറ്റർ വരുന്നത്. കുളോംബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആംപയർ ആണ്. അതുകൊണ്ട് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ആംപയർ മീറ്റർ എന്ന് വരും. അതിനെ നമുക്ക് n e⁻⁻1 m⁻⁻1 എന്ന് എഴുതാം. ഇതിനെ കോമൺ ആയിട്ട്, ഇതാണ് നമ്മൾ SI യൂണിറ്റ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടെസ്ല എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ പറയാറുള്ളത്. ടെസ്ല എന്ന് പറയും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു യൂണിറ്റ് ആണ് ഗോസ്. ഈ ഗോസും ടെസ്ലയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. 1 ടെസ്ല എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ ആംപയർ പെർ മീറ്റർ ആണ്. ഓർത്തിരിക്കണം, ഇത് ടെസ്ലയും ഗോസും തമ്മിൽ കണക്ട് ചെയ്താൽ 1 ടെസ്ല ഈക്വൽ ടു 10⁴ ഗോസ് ആണ് ഒരു ടെസ്ല എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യം വരും ടെസ്ലയും ഗോസും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പ്ലേസ് ചെയ്തപ്പോൾ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ കാണുന്ന പോലെ പ്ലേസ് ചെയ്താൽ അതിലുണ്ടാകുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനകത്തൂടെ ഇലക്ട്രോണുകൾ കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത്? കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഇലക്ട്രോണുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി ഇതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി ഈ ഇലക്ട്രോണുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അതുമൂലം ആസ് എ റിസൾട്ട് ദിസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് when it is placed in an external magnetic field. അപ്പോൾ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കണ്ടക്ടറിന്റെ ഏരിയ ക്യാപിറ്റൽ എയും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ക്യാപിറ്റൽ എന്നും, നോട്ട് ക്യാപിറ്റൽ എൻ, സ്മോൾ എന്നും ആണെന്ന് വിചാരിക്കാം. ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി v ആണ്. കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ് എന്ന് വിചാരിക്കാം. ഏരിയ എ, ലെങ്ത് L, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് n ആണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ റോഡ്, നമുക്ക് ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? വോളിയത്തിനെ നമ്മൾ നമ്പർ ഡെൻസിറ്റി കൊണ്ട് അല്ലെങ്കിൽ n കൊണ്ട്, സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പൊ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കൊണ്ട് ടോട്ടൽ വോളിയത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയാണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ n ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ n ഇൻറ്റു AL ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ റോഡ്. ഇനി ടോട്ടൽ ചാർജ് ഓൺ ദ റോഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. റോഡിലുള്ള ടോട്ടൽ ചാർജ് അതെങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൾറെഡി കണ്ടുപിടിച്ചു, n ഇൻറ്റു AL ആണ്. അതിനെ നമുക്ക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ഒന്നുകൂടെ പറയാം, ടോട്ടൽ ചാർജ് ഓൺ ദ റോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജസ് ഓർ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ടോട്ടൽ വോളിയം ഇൻറ്റു ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Q ഈക്വൽ ടു ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു
NaL ഇൻറ്റു സ്മോൾ ഇ എന്ന് കിട്ടും. NaL ഇൻറ്റു സ്മോൾ ഇ. ഇ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇവിടെ കൊടുക്കാം. അപ്പോൾ Q ഈക്വൽ ടു NaLe എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ ചാർജ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിൽ ലോറൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ലോറൻസ് ഫോഴ്സ് മൂലം ആ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഫോം ചെയ്യും. ഓക്കെ, ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നമ്മൾ കണ്ടതാണ് നേരത്തെ, അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്ന കാര്യം കണ്ടതാണ്. ചാർജ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ, അല്ലെങ്കിൽ ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെയും ഒരു ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും. ആ ലോറൻസ് ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. എത്രയാണ് ഇക്വേഷൻ? എഫ് മാഗ്നറ്റിക് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് P എന്നെടുക്കാം. അപ്പോൾ Q എന്ന് പറയുന്നത് നെറ്റ് ചാർജാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് V എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടും V എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ നെറ്റ് ചാർജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ് നെറ്റ് ചാർജ്? NaL ഇൻറ്റു സ്മോൾ ഇ ആണ്, മൈനസ് ഇ ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F ഈക്വൽ ടു മൈനസ് NaLe ഇൻറ്റു B ക്രോസ് B എന്ന് എഴുതാം. ഇതാണ് നമുക്ക് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. പക്ഷെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. F ഈക്വൽ ടു മൈനസ് NaLe ഇൻറ്റു B ക്രോസ് B. ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെറിവേഷൻ, തീർന്നിട്ടില്ല ഡെറിവേഷൻ, എങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനുകൾ പഠിക്കുന്നതിന് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ കറണ്ട് ഡെൻസിറ്റി J പഠിച്ചിട്ടുണ്ടല്ലോ. ടോട്ടൽ കറണ്ട് I/A അല്ലേ കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഈ കറണ്ട് ഡെൻസിറ്റിനെ കൂടി വേണമെങ്കിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടോട്ടൽ കറണ്ടിനെ നമുക്ക് കറണ്ട് ഡെൻസിറ്റി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഡെൻസിറ്റി J ഈക്വൽ ടു NeV എന്നുള്ളതാണ് കറണ്ട് ഡെൻസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്പർ ഡെൻസിറ്റി N അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം N ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത്. അതിനെ നമുക്ക് I/A എന്ന് എഴുതാം. അതിൻ്റെ അകത്ത് B എന്ന് പറയുന്ന ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് V. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചാൽ നമുക്ക് നേരത്തെ മുകളിൽ എഴുതിയിരിക്കുന്ന F ഈക്വൽ ടു NaLe ഇൻറ്റു B ക്രോസ് B എന്നുള്ളതിനെ AL ഇൻറ്റു J ക്രോസ് B എന്ന് എഴുതാം. AL ഇൻറ്റു J ക്രോസ് B. എന്തുകൊണ്ടാണ്? അതിനകത്ത് J എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് NeV ആണ്. മൈനസ് NeV. J എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ B ക്രോസ് Bക്ക് പകരം ഏരിയ വെക്ടർ അല്ല, ലെങ്ത് വെക്ടർ അല്ല. അപ്പോൾ ബാക്കിയുള്ള ടേമുകളായിട്ട് വരുന്ന മൈനസ് NeV എന്ന് പറയുന്നത് റിസൾട്ട് കറണ്ട് ഡെൻസിറ്റി J ആണ്. J ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഫോഴ്സ് F ഈക്വൽ ടു AL ഇൻറ്റു J ക്രോസ് B എന്ന് എഴുതാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് ഫോഴ്സിനെ കറണ്ട് ഡെൻസിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ J ഈക്വൽ ടു I/A ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞ എത്രയാണ്? ആ ഇക്വേഷൻ അനുസരിച്ച് കറണ്ട് I ഈക്വൽ ടു JA എന്ന് എഴുതാം. കറണ്ട് I ഈസ് ഈക്വൽ ടു J ഇൻറ്റു A എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ മുകളിലത്തെ ഇക്വേഷനെ F ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B എന്ന് എഴുതാം. മാഗ്നറ്റിക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ I എന്ന് പറയുന്നത് J ഇൻറ്റു A ആണ്. J ഇൻറ്റു A I എന്ന് എഴുതിയാൽ I ഇൻറ്റു L ക്രോസ് B എന്ന് എഴുതാം. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ലെങ്ത് എന്ന് പറഞ്ഞ് വെക്ടർ അല്ല എന്ന് പറഞ്ഞു. ആക്ച്വലി ലെങ്ത് വെക്ടർ അല്ല. അതുപോലെ തന്നെ കറണ്ടും വെക്ടർ അല്ല. പക്ഷേ നമ്മുടെ നേരത്തെ ഇക്വേഷൻ, അതായത് F ഈക്വൽ ടു AL ഇൻറ്റു J ക്രോസ് B എന്ന് പറയുന്നത് ഒരു വെക്ടർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷനെ നമ്മൾ ഒരു വെക്ടർ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ വെക്ടർ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണമെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. I ഈക്വൽ ടു JA എന്ന ഇക്വേഷനിൽ വന്നാൽ കറണ്ടിനെ നമുക്ക് ഒരിക്കലും ഒരു വെക്ടർ ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം കറണ്ട് ലോസ് ഓഫ് വെക്ടർ അഡീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. വെക്ടർ മൾട്ടിപ്ലിക്കേഷനോ വെക്ടർ അഡീഷനോ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യില്ലാത്തൊരു സാധനമാണ് കറണ്ട്. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷനുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് നോർമലി വെക്ടർ അല്ല. പക്ഷേ ഈ പ്രത്യേക സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഡെറിവേഷന്റെ സിറ്റുവേഷനിൽ നമുക്ക് ലെങ്തിനെ ഒരു വെക്ടർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനിൽ മാത്രം ലെങ്തിനെ ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. കാരണം ലെങ്ത് എന്ന് പറയുന്നത് നോർമലി ഞാൻ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഈ വെക്ടറിന്റെ ലെങ്ത് വെക്ടർ എല്ലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ലെങ്ത് തന്നെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ലെങ്തിനെ എല്ലിനെ എന്തായിട്ട് എടുക്കുന്നു? ഒരു വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സിറ്റുവേഷനിൽ എടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, ലെങ്ത് എന്ന് പറയുന്നത് നോർമലി ഒരു വെക്ടർ അല്ല.
പക്ഷേ ഈ സിറ്റുവേഷൻ നമ്മൾ അതിനെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആ ലെങ്ത് എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് നോക്കും. ഡയറക്ഷൻ എന്ന് പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷനും ചൂസ് ചെയ്തുകൊണ്ട് ലെങ്തിനെ നമ്മളൊരു വെക്ടറായിട്ട് എടുക്കുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലെങ്ത് എല്ലിനെ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ വെക്ടർ ആവും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നുള്ളതിന്റെ വാല്യൂ എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന് വരും. എല്ലും ബിയും വെക്ടറുകളാണ്. അപ്പോൾ അതിന്റെ വാല്യൂ എന്നുള്ളത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ എന്ന് വരും. I repeat, the force F is equal to BIL sin theta. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. നേരത്തെ ചാർജിലായിരുന്നപ്പോൾ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി ആയിരുന്നു. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വരുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു BIL sin theta എന്ന് വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ലോറൻസ് ഫോഴ്സും ചാർജിലുണ്ടാകുന്ന ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ അതുപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലോറൻസ് ഫോഴ്സുമാണ് പഠിച്ചത്. അതുപോലെ ടോപ്പിക്ക് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബയോട്ട്-സവാർട്ട് ലോ എന്ന് പറയുന്ന ഒരു ലോയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡെറിവേഷനും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.